താജ്മഹലിൽ ചോർച്ച. ഇനി അവിടെയും കൂടെ ചോർന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ തെർമൽ സ്കാനിങ്ങിലാണ് ചോർച്ച കണ്ടെത്തിയത്. 73 മീറ്റർ ഉയരെ താഴികക്കുടത്തിലാണ് ഒരു ചെറിയ വിള്ളൽ. കല്ലുകൾക്കിടയിലെ കുമ്മായക്കൂട്ട് നഷ്ടപ്പെട്ടതാകാം എന്നാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി ആദിൽ പാലോടുണ്ട്. ഒട്ടും ചോർച്ചയില്ലാത്ത പ്രണയമായിരുന്നു ഷാജഹാന്റെയും മുംതാസിന്റെയും എന്നാണ് ചരിത്രകാരന്മാരൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും താജ്മഹലിനും ചോർച്ച വന്നു എന്നുള്ളത് വളരെ അത്ഭുതത്തോടു കൂടിയും അതിശയത്തോടു കൂടിയുമാണ് നോക്കുന്നത്. ചോർച്ച അടയ്ക്കാൻ സാധിക്കും, പക്ഷേ കുറച്ച് സമയമെടുക്കുമെന്നാണോ തോന്നുന്നത്? അതിൽ എന്താണ് സംഭവിച്ചത്? കുറച്ച് സമയമെടുക്കും. ഇത്രയും വർഷമായില്ലേ അരുൺകുമാർ, പ്രണയ കുടീരമാണ് എന്നുള്ളതാണ്, പ്രണയത്തിനായി നിർമ്മിച്ച കുടീരമാണ്. പക്ഷേ ഇത്രയും വർഷമായി അതിന്റേതായ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അരുൺ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 73 മീറ്റർ ഉയരത്തിൽ താഴികക്കുടത്തിൽ ചെറിയ വിള്ളലുണ്ട്. അവിടെ നിന്നാണ് ഇങ്ങനെ വെള്ളം ഇറ്റിറ്റ് ചോർന്നിറങ്ങുന്നത് എന്ന കണ്ടെത്തൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിട്ടുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ തെർമൽ സ്കാനിങ്ങിലാണ് ഈ ചോർച്ച വിള്ളൽ കണ്ടെത്തുന്നത്. ഈ കുമ്മായക്കൂട്ടിട്ടാണ് സാധാരണ കല്ലുകൾ അടച്ചിരുന്നത്. ആ കുമ്മായക്കൂട്ട് നഷ്ടപ്പെട്ടതാകാം ഈ ചോർച്ചയ്ക്കും വിള്ളലിനും കാരണം എന്നതാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. ഈ താഴികക്കുടത്തിന് ബലക്ഷയം സംഭവിക്കാതിരിക്കാനുള്ള അടിയന്തര ക്രമീകരണങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ പൂർണ്ണ അർത്ഥത്തിൽ 73 മീറ്റർ ഉയരത്തിൽ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കുറച്ച് സാഹസികമായിരിക്കും ജോലി. അതുകൊണ്ട് തന്നെ 6 മാസത്തെ സമയമെടുക്കും ഇത് പൂർണ്ണമായി അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാൻ എന്നുള്ളതാണ് നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ്